ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോണിന് വീണയെ ഇഷ്ടമായിരുന്നു എന്നറിയുന്ന കനി വേദനയോടെ തൻ്റെ പ്രണയവും ജോണിനോട് തുറന്നു പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു തീർത്ത് നിരാശയോടെ അവൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും കാറെടുക്കാത്ത ജോണിനെയും അവൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് നിൽക്കുന്നുണ്ട്. ബുള്ളറ്റിൽ അവരൊന്നിച്ചുള്ള ആ യാത്രയിൽ ആദ്യം തമ്മിൽ കണ്ട ദിവസവും ഇതുപോലെ ബുള്ളറ്റിൽ യാത്ര ചെയ്ത കാര്യം സങ്കടത്തോടെ കനി ഓർത്തു പറയുന്നുണ്ട്. ചിലതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് അടിക്കുമല്ലേ എന്ന് കനി കരച്ചിലോടെ പറയുമ്പോഴേക്കും ജോണും കനി കരയുവാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഡസ്റ്റ് അടിച്ചിട്ടാ സൺഗ്ലാസ് എടുക്കാൻ ഞാൻ എപ്പോഴും മറക്കും എന്ന് പറഞ്ഞ് കനി ജോണുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് മാധവത്തിൽ ടീച്ചറമ്മ കനിയോടും വീണയോടുമായി പോറ്റി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഈ ശങ്കരൻ ഇതെന്തൊരു മനുഷ്യനാന്നാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ജോണിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ കണക്കിന് കിട്ടിയിട്ടും അയാൾക്കൊരു മാറ്റവുമില്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയാൾക്ക് വലുതെന്തോ വരാൻ കിടക്കുകയാണെന്ന് വീണ പറയുന്നുണ്ട്. ലാസ്റ്റ് അയാൾ ശരിക്കും വൾഗറായിട്ട് തന്നെ പറഞ്ഞത്. എല്ലാരും കൂടി പിടിച്ചു മാറ്റിയോണ്ടാ, അല്ലെങ്കിൽ ജോൺ ഏട്ടൻ അപ്പൊ തന്നെ അവളെ തീർത്തേനെ എന്ന് കനിയും പറയുന്നുണ്ട്. അതെ, മേരിക്കത് വല്ലാതെ വിഷമമായി. അതാ അവളെല്ലാം എടുത്തോണ്ട് അങ്ങ് പോയതെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. സോമൻ സാർ പറഞ്ഞ പോലെ പരിപാടി ഗുണത്തേക്കാൾ ദോഷമായി എന്ന് വീണ നിരാശയോടെ പറയുമ്പോൾ സത്യം, വെറുതെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വന്നു. ജോണിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ അവൾക്ക് വിഷമമായത്. ഇതുവരെ ജോണിനെ കുറിച്ച് യാതൊരു പരാതിയും മേരിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് മോനെക്കുറിച്ച് ഇത്രയും വലിയൊരു ആരോപണം കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. അവൾ ഇത്രയും കാലം ജീവിച്ചത് തന്നെ ജോണിന് വേണ്ടിയല്ലേ, അവൾ അത് താങ്ങില്ല. ജോണിനുള്ള വിഷമമാണെങ്കിൽ കുഞ്ഞിയെ ചേർത്ത് പറഞ്ഞതില്ല എന്നൊക്കെ ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് നിന്ന കനിയും ചെറിയമ്മ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്തിനാ ഇത്ര മുഖവുര പറയുന്ന ചെറിയമ്മ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജോണേട്ടനെ വീണയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന കനിയുടെ ചോദ്യം കേട്ട് ടീച്ചറമ്മയും വീണയും ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. ടീച്ചറമ്മ കനിയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ എന്താലോചിക്കാൻ എന്ന് ചോദിക്കുമ്പോഴേക്കും വീണയ്ക്ക് സന്തോഷേട്ടന്റെ കാര്യം ഇനി വർക്കാവില്ലല്ലോ, അപ്പോ എനിക്ക് തോന്നിയൊരു ഓപ്ഷനാ ജോൺ ഏട്ടൻ എന്ന് കനി പറയുന്നുണ്ട്. ടീച്ചറമ്മയും ദേഷ്യത്തോടെ എന്തബദ്ധ നീ പറയുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അപ്പൊ പിന്നെ ശങ്കരൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കാര്യങ്ങള്? കനി, നിനക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലേ കുഞ്ഞിക്ക് ആരാ ജോണെന്ന് എന്ന് ചോദിക്കുമ്പോ അല്ല, വീണയുടെ ലൈഫില് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് കനിയും പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. അതിന് വീണയ്ക്കിവിടെ ആരെങ്കിലും പയ്യനെ നോക്കി തുടങ്ങിയോ എന്ന് ചെറിയമ്മയും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ചെറിയമ്മ നോക്കും പോലെ മേരിക്കുട്ടി ടീച്ചറും ഇവളെ സ്നേഹത്തോടെ നോക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് കനി പറയുന്നുണ്ട്. എടി എന്ന് വെച്ച് ആങ്ങളയ്ക്ക് ആരെങ്കിലും പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുവോടി? കനി, നിനക്കിതെന്താ പറ്റിയെന്ന് ചെറിയമ്മയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്ന വീണയും ആകെ ടെൻഷനോടെ എന്നാലും ജോണേട്ടന്റെ കാര്യം നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റി? എന്തുവാടി, നിനക്ക് ബോധമില്ലാതായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സംസാരം മേരിയോ ജോണോ അറിഞ്ഞാൽ അവർക്ക് എന്ത് വിഷമാവുന്നറിയോ എന്ന് ചെറിയമ്മയും ടെൻഷനോടെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാ ചെറിയമ്മേ എന്ന് കനിയും ടെൻഷനോടെ പറയുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു തോന്നലായിപ്പോയി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ടീച്ചറമ്മയും അവിടുന്ന് പോകുന്നുണ്ടേ. വീണയും കനിയുടെ അരികിലേക്ക് വന്ന് എന്നാലും ഇത് വല്ലാത്ത പറച്ചിലായിപ്പോയി കനി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. കനിയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ചെറിയമ്മയും ചെന്ന് തൻ്റെ കട്ടിലിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. വീണയും ടെൻഷനോടെ അമ്മ എന്ന് വിളിച്ച് അവിടെ ചെന്നിരിപ്പുണ്ടേ. കനിയും ടെൻഷനോടെ മറ്റൊരു റൂമിലെ കട്ടിലിൽ ചെന്നിരുന്ന് ജോൺ വീണയെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. വീണ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരിക്കണമെന്ന് ടീനേജിലൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് സങ്കടത്തോടെ ഓർത്തെടുത്തോണ്ട് ജോൺ വീണയുടെ ആങ്ങളയാണെന്ന് പറഞ്ഞ് തന്നെ വഴക്ക് പറഞ്ഞ ചെറിയമ്മയുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. എടി, നിനക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലേ കുഞ്ഞിക്ക് ആരാ ജോണെന്ന്? ആങ്ങളയ്ക്ക് ആരെങ്കിലും പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുവോടി എന്ന് ചെറിയമ്മയുടെ വാക്കുകളോർക്കെ അവൾ തൻ്റെ മൊബൈലെടുത്ത് ജോണിനെ വിളിക്കുന്നുണ്ട്. ജോൺ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ജോണേട്ടാ. സത്യത്തിൽ ജോണേട്ടനെ കേട്ടത് മുതലേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമാ. എനിക്കതങ്ങോട്ട് ഉള്ളിൽ ഒതുക്കാനുമാവുന്നില്ല. ഒടുവിൽ ഞാനത് ചെറിയമ്മയോടും വീണയോടും പറഞ്ഞു എന്ന് കനി പറയണ കേട്ട് എന്ത് പറഞ്ഞു എന്ന് ജോണും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ജോണേട്ടൻ പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും ഒരിക്കലും അറിയത്തുമില്ല. പേടിക്കണ്ട, ഞാനൊരു കാര്യം ചെറിയമ്മയോടും വീണയോടും സജസ്റ്റ് ചെയ്തതാ എന്ന് കനി പറയുമ്പോഴേക്കും എന്താ അതെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. സന്തോഷേട്ടന്റെ കാര്യം വീണയ്ക്ക് വർക്കാവാത്തോണ്ട് നമുക്ക് വീണയ്ക്ക് ജോണിനെ ആലോചിച്ചാലോന്ന് എന്ന് കനി പറയുമ്പോൾ എന്ത് വിവരക്കേടാ കനി ചെയ്തത് എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന് കനി പറയുമ്പോൾ എന്തെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. ഓർമ്മയായ കാലം തൊട്ട് ചെറിയമ്മ എന്നെ ഇന്നേ വരെ വഴക്കു പറഞ്ഞിട്ടില്ല. എന്റെ സജഷൻ കഴിഞ്ഞപ്പോൾ അതും സംഭവിച്ചു.
എന്നെ ചെറിയമ്മയും വീണയും കൂടി നന്നായി വഴക്കു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫീലടിച്ച് റൂമിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുക എന്ന് കനി പറയുമ്പോ, കനി, ഞാൻ പറഞ്ഞത് പഴയ കാര്യമല്ലേ, ഇനി അങ്ങനെ ഒരു ചിന്ത തന്നെ ശരിയല്ല. അവരോടങ്ങനെ പറയരുതായിരുന്നു എന്ന് ജോണും പറയുന്നുണ്ട്. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് കനി ചോദിക്കുമ്പോ ആകെ നാണക്കേടായില്ലേ. ഇനിയിപ്പോ ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ജോണും ചോദിക്കുന്നുണ്ട്. ജോണേട്ടൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ എന്റെ അഭിപ്രായമായിട്ടാ പറഞ്ഞത്, ജോണേട്ടൻ അത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട എന്ന് കനി പറയുമ്പോ, എന്നാലും അത് അങ്ങനെ പറയണ്ടായിരുന്നു കനി, അത് വളരെ മോശമായി പോയിന്ന് ജോണും പറയുന്നുണ്ട്. അത് കേൾക്കേ മിണ്ടാതെ കനി കരഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളുടെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞ് ഹലോ കനി, എന്ത് പറ്റിയെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. കരച്ചിലോടെ അവൾ ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കായ പോലെ ഒരു ഫീൽ, ഒരു വലിയ യാത്ര പോവാൻ തോന്നുന്ന അവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. താൻ ഓക്കെ അല്ലേ കനി എന്ന് ജോൺ ചോദിക്കുമ്പോ, എന്റെ ഇത്രയും കഥ കേട്ടിട്ടും ഞാൻ ഓക്കെ അല്ലെന്ന് മനസ്സിലായില്ലേ എന്ന് കനി കരച്ചിലോടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാവും കനി എന്ന് ജോൺ ആശ്വസിപ്പിക്കുമ്പോ, ഞാനൊന്ന് ലക്ഷ്മി കുഞ്ഞെ വിളിക്കട്ടെ, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയ ആള് ലക്ഷ്മി കുഞ്ഞയാ. ശരിയെന്ന് കരച്ചിലോടെ പറഞ്ഞ് കനിയും കോൾ വെക്കുന്നുണ്ട്. ജോണും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ടേ. പിന്നീട് കനി മൊബൈൽ എടുത്ത് ലക്ഷ്മി കുഞ്ഞെ വിളിക്കുമ്പോഴേക്കും ഹലോ കനീസ്, എവിടെയാടിയെന്ന് ലക്ഷ്മി കുഞ്ഞയും ചോദിക്കുന്നുണ്ട്. മാധവത്തിൽ തന്നെ ഉണ്ട് കുഞ്ഞ എന്ന് കനി പറയുമ്പോ, സരസോ വീണ എവിടെയുണ്ടോ, അവരെന്തു പറയുന്നു എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. അവര് രണ്ടാളും അപ്പുറത്തെ മുറിയിലുണ്ടെന്ന് കനി പിണക്കത്തോടെ പറയുന്ന കേട്ട്, എന്തു പറ്റി, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. കനിയും സങ്കടത്തോടെ കരഞ്ഞോണ്ട്, ചെറിയമ്മ ആദ്യമായിട്ട് എന്നെ വഴക്കു പറഞ്ഞു എന്നവൾ പറയുമ്പോ, അവള് വഴക്കു പറഞ്ഞെങ്കിൽ എന്തായാലും ഒരു കാരണം അതിനുണ്ടാവും എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. അത് ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്തയാ എന്ന് കനി പറയുമ്പോ, എന്താണെന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. കനി കാര്യങ്ങളെല്ലാം ലക്ഷ്മി കുഞ്ഞോട് വിശദമായി പറയുന്നുണ്ട്. സോമൻ സാർ മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചതും അവിടെ വെച്ച് വീണയെയും ജോണിനെയും ചേർത്ത് പറഞ്ഞ് പോറ്റി അപമാനിച്ചതും പിന്നീട് വീട്ടിലെത്തിയ മേരിക്കുട്ടി ടീച്ചർ ജോണും പരിഭ്രമത്തോടെ യാത്ര പറഞ്ഞിറങ്ങുന്നതും സംശയം തോന്നിയ കനി ജോണിനെ വിളിച്ച് വീണയെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ചോദിക്കുന്നതും ജോൺ അത് തുറന്നു പറയുന്നതും അങ്ങനെ ജോണിന്റെ ഇഷ്ടം മനസ്സിലാക്കിയ കനി ചെറിയമ്മയോടും വീണയോടും ജോണിനെയും വീണയെയും ഒന്നിപ്പിക്കുന്ന കാര്യം സജസ്റ്റ് ചെയ്തതും അത് കേൾക്കെ ചെറിയമ്മ പൊട്ടിത്തെറിച്ചതുമെല്ലാം അവൾ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. എന്റെയും കുഞ്ഞിയുടെയും ആറ്റിറ്റ്യൂഡ് ഏകദേശം സിമിലർ ആയോണ്ട് എന്നെ കുഞ്ഞിക്ക് ഡെപ്തിൽ മനസ്സിലാവും. എനിക്കെങ്ങനെ കരഞ്ഞിരിക്കാനൊന്നും വയ്യ, എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് കനി പറയുമ്പോഴേക്കും ഐ ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ് എന്ന് കുഞ്ഞയും പറയുന്നുണ്ട്. മോളെ, നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും താങ്ക് യു കുഞ്ഞ എന്ന ആശ്വാസത്തോടെ കനിയും പറയുന്നുണ്ട്. ഓക്കെ ഡി, നീ സമാധാനമായിട്ടിരിക്കെ, വി വിൽ ഫൈൻഡ് സംതിങ്, ബൈ, ടേക്ക് കെയർ എന്ന് പറഞ്ഞ് ലക്ഷ്മി കുഞ്ഞയും കോൾ വെക്കുന്നുണ്ടേ. പിന്നീട് വീണ വന്ന് കനിയുടെ ഡോറിൽ തട്ടിക്കൊണ്ട്, കനി, നീ കിടക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശബ്ദമൊന്നും കേൾക്കാഞ്ഞ് എടി കനി കിടക്കാൻ വന്നേന്ന് വീണ പറയുമ്പോഴേക്കും സങ്കടത്തോടെ കട്ടിലിരിക്കായിരുന്ന കനിയും ഞാൻ ഇവിടെ കിടന്നോളാമെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ഒറ്റയ്ക്ക് കിടക്കുന്നതെന്ന് വീണ ചോദിക്കുമ്പോ, ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം എന്ന് കനിയും പറയുന്നുണ്ട്. ദേ, നീ വാശി കാണിക്കല്ലേ, ഇങ്ങോട്ട് വന്നേന്ന് വീണ വഴക്കു പറയുമ്പോ, ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ വേണ്ടി വാശി പിടിക്കും, ഗുഡ് നൈറ്റ് എന്ന് കനിയും വാശിയോടെ പറയുമ്പോഴേക്കും വീണയും സങ്കടത്തോടെ അമ്മയുടെ അരികിലേക്കായി പോകുന്നുണ്ട്. അമ്മ, കനി അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുക, ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ലമ്മ എന്ന് വീണ പറയുമ്പോ, ഒറ്റയ്ക്ക് കിടക്കാൻ തോന്നുന്നെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കട്ടെ, നിർബന്ധിക്കേണ്ടെന്ന് ടീച്ചറമ്മയും വാശിയോടെ പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോ മഹേഷ് അവിടെ രേണുവിന്റെ വീട്ടിൽ മുറ്റത്തിറങ്ങി എക്സസൈസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ടോണ്ട് വരുന്ന ശശികല അവിടെ ഇരുന്ന പാൽക്കുപ്പി എടുത്തോണ്ട്, മരുമോനെ ആ പേപ്പറിങ് എടുത്തേ എന്ന് പറയുന്നുണ്ട്. മഹേഷ് അത് എടുക്കാനായി പോകുമ്പോഴേക്കും, ഇപ്പോഴെന്നും മരുമോന്റെ അടുത്ത് പറയണം, കണ്ടറിഞ്ഞ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. മഹേഷ് പത്രം എടുത്ത് വരുമ്പോഴേക്കും ശശികല അടുക്കളയിലേക്കും ആ പത്രം ഇങ്ങ് തന്നെ മരുമോനെ എന്ന് പറഞ്ഞ് ഭാർഗവൻ സിറ്റൗട്ടിലെ കൈവരിയിലിരുന്നും പത്രം വായിക്കുന്നുണ്ട്. മഹേഷിന്റെ അടുത്തോട്ട് വരുന്ന ഋതുവും ചോദിക്കുന്നുണ്ട്, അച്ഛന്റെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ പോയല്ലേ എന്ന്. എക്സസൈസ് ഒക്കെ പോയെന്ന് മഹേഷ് പറയുമ്പോഴേക്കും, അല്ല അച്ഛന്റെ ഗ്രീൻ ടീയും പോയല്ലോ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിൽ ഗ്രീൻ ഉണ്ട്, പച്ചവെള്ളം എന്ന് മഹേഷ് പറയുമ്പോൾ ഋതുവും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എടാ, അച്ഛന്റെ വിഷമം കണ്ട് ചിരിക്കുന്നോ നീ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, എന്തൊക്കെയായിരുന്നു ഗ്രീൻ ടീ, ഡംബൽസ്, വർക്കൗട്ട്, ഇപ്പൊ പവനായി എന്നറിത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്തോ ശവമായിട്ടൊന്നുമില്ല എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണുവും സീറ്റ് ഔട്ടിലേക്ക് വന്ന് അവിടുത്തെ തോണുംചാരി നിൽപ്പുണ്ട്. അപ്പോഴേക്കും മഹേഷും തന്റെ ദേഹവും കൈയുമെല്ലാം ചൊറിഞ്ഞു മാന്തിക്കൊണ്ട്, പക്ഷേ രാത്രിയില് ചെള്ളും കൊതുകുമെല്ലാം പഞ്ഞിക്കിടുന്നുണ്ട്. ദേ നോക്കടാ, കടിക്കാൻ ഇനി ഒരിടം പോലും ബാക്കിയില്ലെന്ന് പറഞ്ഞ് തന്റെ കൈ നീട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് മഹേഷ്. ഇതൊക്കെ ഇനി ചെരങ്ങാവൂന്ന എന്റെ പേടി.
എന്ന് മഹേഷ് പറയുമ്പോഴേക്കും പത്രവായനയ്ക്കിടയിലൂടെ അതെല്ലാം ശ്രദ്ധിച്ചോണ്ട് നിന്ന ഭാർഗവനും ദുഷിച്ച രക്തമുള്ളവരെ ആ മരുമോനെ ഇതൊക്കെ കടിക്കുന്നതെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും ഋതുവിനോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, പിന്നെ നിന്റെ അപ്പൂപ്പന്റേതേ നല്ല 916 ശുദ്ധ രക്തമാ. ഈ ചെള്ളിന്റെയും കൊതുകിന്റെയും സൂചിക്കൊമ്പൊക്കെ ഒടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാ ഇതൊന്നും നിന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോവാത്തത്, മനസ്സിലായ? അത്രയ്ക്കാ തൊലിക്കട്ടി എന്നവൻ പറയുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചോണ്ട് ഭാർഗവനും കൗണ്ടറാണോ മരുമോനെ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാ ഉറച്ചു പറ, ഞാനും കൂടി കേൾക്കട്ടെ എന്ന് ഭാർഗവൻ വിളിച്ചു പറയുമ്പോ കൗണ്ടർ അടിച്ച് വെറുതെ എന്തിനാ ഉള്ള കിടപ്പും കൂടെ ഇല്ലാതാക്കുന്നേ എന്ന് മഹേഷും പതിയെ പിറുപിറുക്കുന്നുണ്ട്. അത് കേട്ട ഋതുവും അച്ഛാ അത് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് മൂവ്മെന്റ് എക്സസൈസും കൂടി ചെയ്യാം എന്ന് പറഞ്ഞ് മഹേഷ് വീണ്ടും എക്സസൈസ് തുടങ്ങുമ്പോഴേക്കും രേണുവും ആകെ കിളി പോയ പോലെ എന്തോ ആലോചിച്ച് കണക്ക് കൂട്ടിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് വരുന്ന ശശികല രേണുവിന്റെ ആ നിൽപ്പും മഹേഷിന്റെ എക്സസൈസും കാണുന്നുണ്ടേ. ശശികല പത്രം വായിച്ചുകൊണ്ടിരുന്ന ഭാർഗവന്റെ അരികിലേക്ക് ചെന്ന് ദേ നോക്ക്, എഴുതിക്കൂട്ടുന്നത് നോക്കെന്ന് പറഞ്ഞ് രേണുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞതെന്ന് ശശികല പറയുമ്പോൾ ദൈവമേ ഉള്ളതാണല്ലേ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ശശികല അപ്പുറത്ത് എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മഹേഷിനെയും ഋതുവിനെയും ശ്രദ്ധിക്കുന്നത്. അവനെ കണ്ട് ശശികല അവനെ വിളിച്ചോണ്ട് മരുമോനെ പുറ അനങ്ങിയ പോരെ, വെറുതെ ഈ കസർത്ത് കാണിക്കാതെ മുറ്റമടിക്കാം, വെള്ളം കോരാം എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷും എക്സസൈസ് നിർത്തിക്കൊണ്ട് വെള്ളമടിക്കാൻ മോട്ടർ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. രേണുവും തന്റെ കണക്കു കൂട്ടലുകളെല്ലാം നിർത്തിക്കൊണ്ട് അവരെയും ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. മോട്ടർ ആവുമ്പോ കറണ്ട് വേണ്ടേ മരുമോനെ, കറണ്ടിന് ബില്ല് കെട്ടണം. മരുമോന് കറണ്ട് വേണ്ടല്ലോ എന്ന് ഭാർഗവനും കളിയാക്കി ചിരിയോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ഋതുവും അച്ഛനോടായി രഹസ്യമായി പറയുന്നുണ്ട്, അച്ഛ എല്ലാരും കൂടി പണി തരുന്നതാണോന്ന് ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോഴേക്കും ശശികല വിളിച്ചു പറയുന്നുണ്ട്, അതെ മുറ്റമടിച്ചേ മരുമോനെന്ന്. അത് കേൾക്കെ രേണുവും ചിരിയോടെ നിൽക്കുമ്പോഴേക്കും 2 ദിവസമായേ മിനി വരുന്നില്ല പുറം പണിക്ക്, ചൂലിതേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറഞ്ഞത് കേട്ടില്ലേ മഹേഷേട്ടാ, പെട്ടെന്ന് തൂക്കെന്ന് രേണുവും പറയുന്നുണ്ട്. അത് സമ്മതിച്ചോണ്ട് മഹേഷും ശശികല പറഞ്ഞിടത്ത് പോയി ചൂലെടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ചൂലും നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ശശികലയോടായി അതെ കുറച്ചുകൂടി ഉയരമുള്ള ചൂലില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ നടു വളച്ചു തൂത്താലേ മുറ്റം വൃത്തിയാവത്തുള്ളൂ എന്ന് ശശികല പറയുമ്പോഴേക്കും മഹേഷ് അത് സമ്മതിച്ചോണ്ട് മുറ്റം തൂക്കാനായി തുടങ്ങുന്നുണ്ട്. ഇത് കേട്ടോണ്ട് നിന്ന ഋതുവും പെട്ടല്ലേ അച്ഛാ, ക്യാരിയോൺ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും മഹേഷും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മോനെ ഒന്ന് മാറി നിൽക്കടാ മാറെന്ന് പറഞ്ഞ് അവന് പറഞ്ഞു വിടുന്നുണ്ട്. എല്ലാത്തിനെയും ഞാൻ തൂക്കുമെന്ന് പറഞ്ഞ് മഹേഷും ദേഷ്യത്തോടെ മുറ്റം തൂക്കാനായി തുടങ്ങുന്നുണ്ടേ. ചിരിയോടെ ആ കാഴ്ച നോക്കി നിൽപ്പുണ്ട് ശശികലയും രേണുകയും. അപ്പോഴേക്കും ശശികല വിളിച്ചു പറയുന്നുണ്ട്, മോനെ മരുമോനെ 2 സൈഡും കൂടി വൃത്തിയാക്കണം കേട്ടോ എന്ന്. മഹേഷ് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ മതി പിൻമുറ്റം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും മഹേഷും ദേഷ്യത്തോടെ തന്നെ മുറ്റം തൂക്കുന്നുണ്ട്. രേണുകയും ശശികലയും അകത്തേക്ക് പോകുമ്പോഴേക്കും ഋതു വീണ്ടും മഹേഷിന്റെ അടുത്തെത്തുന്നുണ്ട്. എടാ ഋതു, അച്ഛന് കുറച്ച് ഗ്രീൻ വാട്ടർ കൊണ്ടുവാടാ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതെന്തോന്നാ അച്ഛാ ഗ്രീൻ വാട്ടർ എന്ന് ഋതുവും ചോദിക്കുന്നുണ്ട്. എടാ ഗ്രീൻ വാട്ടർ പച്ചവെള്ളം എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞ് മഹേഷ് അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഭാർഗവനും പത്രം വായന നിർത്തി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഋതു പച്ചവെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും മഹേഷ് ആർത്തിയോടെ അത് വാങ്ങി കുടിക്കണ കണ്ട് പണിയെടുക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഭാർഗവൻ വിളിച്ചു പറയുമ്പോഴേക്കും ഞെട്ടലോടെ നിൽക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തന്നെയും ജോണേട്ടനെയും ചേർത്ത് ഇങ്ങനെയൊരു ആരോപണം പറയാൻ സന്തോഷിന് തോന്നിയല്ലോ എന്നുള്ള സങ്കടം അമ്മയോടും കനിയോടുമായി വീണ പങ്കുവെക്കുന്നതും നമ്മൾ ഇതെല്ലാം ലീഗലി തന്നെ നേരിടുമെന്ന് പറഞ്ഞ ടീച്ചറമ്മ അവളെ ആശ്വസിപ്പിക്കുന്നതും സന്തോഷിനെ നേരിൽ കണ്ട് വീണ തൻ്റെ ദേഷ്യമെല്ലാം തീർക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.